ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെറ്റിൻ്റെ കുറച്ച് സിമെട്രിക് ഡിഫറൻസ് അതേപോലെ തന്നെ സെറ്റ് ഓപ്പറേഷൻസും അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇനി പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടീഷൻ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, രണ്ട് സെറ്റ് നമ്മൾ എടുക്കുക, എയും ബി എന്നുള്ള രണ്ട് സെറ്റ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ദി സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർസ് ഹൂസ് ഫസ്റ്റ് എലമെന്റ് ബിലോങ്സ് ടു എ and second element belongs to B is called Cartesian product of A and B and is written as A cross B. അതായത് എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓർഡേർഡ് പെയർ ആയിട്ടാണ് നമ്മൾ എഴുതുക. ഓർഡേർഡ് പെയർ എന്ന് പറയുമ്പോൾ കറക്റ്റ് ഒരു ഓർഡർ വെച്ചിട്ട് നമ്മൾ എഴുതണം. ഓർഡേർഡ് പെയർ ആണ്. പെയർ എന്ന് പറയുമ്പോൾ രണ്ട് എലമെന്റ്സ് ആണ് ഉണ്ടാവുക. അതിൻ്റെ ഫസ്റ്റ് എലമെന്റ് ഇവിടെ ഇപ്പോൾ ഞാൻ എക്സ് ആണെന്ന് വിചാരിക്കാം. ഫസ്റ്റ് എലമെന്റ്, ആ ഫസ്റ്റ് എലമെന്റ് നമ്മൾ എ എന്നുള്ള സെറ്റിൽ ഉണ്ടാവണം. ഇവിടെ വൈ എന്ന് എടുക്കുക വെച്ചാൽ, അപ്പോൾ വൈ ഏതിലുണ്ടായിരിക്കണം? ബിയിലുണ്ടായിരിക്കണം. അതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഡേർഡ് പെയർ ആണ്. ഓർഡേർഡ് പെയർ അതിൽ ഫസ്റ്റ് എലമെന്റ് നമ്മൾ എയിലും സെക്കൻഡ് എലമെന്റ് എവിടെ? ഈ ബിയിൽ ഉണ്ടാവണം. അതിനാണ് നമ്മൾ എന്ത് പറയുക? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയാം, എ ആൻഡ് ബി. ഇനി അഥവാ മൂന്ന് സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. മൂന്ന് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? എ ക്രോസ് ബി ക്രോസ് സി ഈസ് ഈക്വൽ ടു ഓർഡേർഡ് ട്രിപ്ലെറ്റ് ആണ്. അതായത് മൂന്ന് വാല്യൂ വരും, എക്സ് വൈ സെഡ്. അതിൽ എക്സ് എവിടെയുള്ളതാണ്? എക്സ് ബിലോങ്സ് ടു എ ആൻഡ് വൈ ബിലോങ്സ് ടു ബി ആൻഡ് സെഡ് ബിലോങ്സ് ടു സി. കറക്റ്റ് ഓർഡർ ഉണ്ടാകണം. ആദ്യത്തെ എലമെന്റ് ഏതിലേ വരാൻ പാടുള്ളൂ? ഫസ്റ്റ് സെറ്റ് എയിലേ വരാൻ പാടുള്ളൂ. സെക്കൻഡ് എലമെന്റ് ബിയിലേ വരാൻ പാടുള്ളൂ. തേർഡ് എലമെന്റ് സിയിലേ വരാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയാം. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, എയും ബിയും എഴുതുക, അതിന് നടുവിൽ ഒരു ക്രോസ് ഇടുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിനാലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എമ്മും കാർഡിനാലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് എന്നും ആണെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്താണ്? എം എൻ ആണ്. കാർഡിനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ്. അതിൽ നമ്പർ ഓഫ് എലമെന്റ്സ്, അതായത് സെറ്റ് എയിൽ എം എലമെന്റ്സും സെറ്റ് ബിയിൽ എൻ എലമെന്റ്സും ആണെങ്കിൽ എ ക്രോസ് ബിയിൽ എം എൻ എലമെന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതാണ് ബേസിക് ആയിട്ടുള്ള, അതായത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി ഇതിന്റെ പ്രോബ്ലംസ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ക്ലിയർ ആവും. ഓക്കെ, പ്രോബ്ലം ഇതാണ്. ഇഫ് എ ഇസ് ഈക്വൽ ടു 1 2 3 ബി ഈക്വൽ ടു എ ബി ദെൻ ഫൈൻഡ് എ ക്രോസ് ബി ബി ക്രോസ് എ ആർ ദേ ഈക്വൽ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കാം? എ ക്രോസ് ബി കണ്ടുപിടിക്കാം. എ ക്രോസ് ബി. എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എയിൽ 3 എലമെന്റ്സും ബിയിൽ 2 എലമെന്റ്സും ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? 3ഉം 2ഉം ആണ് ഉള്ളത്. അപ്പോൾ എം എൻ ആണ്, അതായത് 3 × 2 എലമെന്റ്സ് ആണ് ഏതിൽ വരിക? എ ക്രോസ് ബിയിൽ വരിക. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ ഓർഡർ ചെയ്ത് എഴുതുക? ഫസ്റ്റ് എലമെന്റ് എയിലും സെക്കൻഡ് എലമെന്റ് ബിയിലും. അപ്പോൾ എന്ത് വരും? 1A. ഓക്കെ, അടുത്തത് എന്ത് വരും? 1B. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ എന്ത് വരും? 2A 2B 3A 3B. ഇങ്ങനെയുള്ള 6 എലമെന്റ്സ് ആണ് ഏതിൽ വരിക? എ ക്രോസ് ബിയിൽ വരിക. ഓക്കെ, 6 എലമെന്റ്സ്. ഫസ്റ്റ് എലമെന്റ് നോക്കുക, 1A ആണ്. ഇതിൽ 1 നമ്മൾ ഏതിലുള്ള? അതിന് സെറ്റ് എയിൽ എഴുതുക. അതാണ് ഇവിടെ എ ഇസ് ഈക്വൽ ടു 1 2 3. എ എന്നുള്ളത് ഏത് എലമെന്റിൽ, ഏത് സെറ്റിലെയാണ്? ബി എന്നുള്ള സെറ്റിലെയാണ്. ഇതാണ് ഏത് വരിക? നമ്മളെ എ ക്രോസ് ബി വരിക. ഫസ്റ്റ് എലമെന്റ് എയിലും സെക്കൻഡ് എലമെന്റ് ബിയിലും. ഓക്കെ, നെക്സ്റ്റ് ബി ക്രോസ് എ കണ്ടുപിടിക്കണം. അപ്പോൾ ബി ക്രോസ് എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ. ബി ക്രോസ് എയിലും എത്ര എലമെന്റ്സ് തന്നെയാണ് ഉണ്ടാവുക? 6 എലമെന്റ്സ് ആണ് ഉണ്ടാവുക. പക്ഷെ എന്താ പ്രശ്നം? ഫസ്റ്റ് എലമെന്റ് ഏതിലേ വരാൻ പാടുള്ളൂ? ബിയിലേ വരാൻ പാടുള്ളൂ. സെക്കൻഡ് എലമെന്റ് സിയിൽ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഓർഡേർഡ് പെയർ എഴുതുക? ബിയിലുള്ള ഫസ്റ്റ് എലമെന്റ് എഴുതുക. അപ്പോൾ A1 A2 A3 B1 B2 B3. ഇങ്ങനെയാണ് നമ്മൾ ബി ക്രോസ് എയിലെ എലമെന്റ്സ് വരിക. പിന്നെ നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കുന്നുണ്ട്, ആർ ദേ ഈക്വൽ? അവ ഈക്വൽ ആണോ? 1A എന്ന് പറഞ്ഞു കഴിഞ്ഞാലും A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇത് ഓർഡർ, കറക്റ്റ് ഓർഡർ അനുസരിച്ച് മാത്രം എഴുതുന്നതാണ്. അപ്പോൾ ഇവിടെ എ ക്രോസ് ബിയും ബി ക്രോസ് എയും എന്തല്ല? ഈക്വൽ അല്ല. ഹിയർ നമുക്ക് എന്ത് പറയാം? എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ എന്ന് പറയാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ഇങ്ങനെ സെറ്റ് തന്നു കഴിഞ്ഞാൽ 1 2 3 AB തന്നു കഴിഞ്ഞാൽ A ക്രോസ് ബിയും B ക്രോസ് എയും കണ്ടുപിടിച്ചു. അത് നമ്മൾ നോക്കുമ്പോൾ എന്താണ്, അത് രണ്ടും ഈക്വൽ അല്ല. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ് A is equal to AB, B equal to 2 3, C equal to 3 5. Then find A cross B union C, A cross B intersection A cross C, third one A cross A. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം A ക്രോസ് B യൂണിയൻ C കണ്ടുപിടിക്കാം. A ക്രോസ് B യൂണിയൻ C എന്ന് പറയുമ്പോൾ എന്താണ്, ഫസ്റ്റ് എലമെന്റ് എയിലും ഉണ്ടാവണം, സെക്കൻഡ് എലമെന്റ് ഏതിലാണ്, B യൂണിയൻ സിയിൽ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, B യൂണിയൻ C കണ്ടുപിടിക്കണം. വി ഹാവ് B യൂണിയൻ C. യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, രണ്ടും ഒരുമിച്ച് എടുത്ത് എഴുതുക. ഓറാണ് ഇത് യൂണിയൻ. അപ്പോൾ ബിയും സിയും 2 3 5 ഇതാണ് ഏത് വരിക, B യൂണിയൻ C വരിക. ഇനി A ക്രോസ് B യൂണിയൻ C. A ക്രോസ് B യൂണിയൻ C എന്ന് പറയുന്നത് എന്താണ്, ഈ A എന്നുള്ള ഇത് കൊടുക്കുക, B യൂണിയൻ C ഇതും നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ A ക്രോസ് B യൂണിയൻ C എന്ന് പറയുന്നത് എന്താണ് വരിക, ആദ്യത്തത് എലമെന്റ് A ആണ്, A2, അടുത്ത എന്ത് വരും, A3 A5. ഓക്കെ, പിന്നെ അടുത്ത എയിലുള്ള എലമെന്റ് ഏതാണ്, എയും ബിയും കൂടി ചേർന്നിട്ടുള്ള എല്ലാം നമ്മൾ ബി യൂണിയൻ സിയും കൂടി ചേർന്നിട്ടുള്ള എല്ലാം എഴുതുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ബി ആണ് വരുന്നത്, B2 B3 B5. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ 6 എലമെന്റ്സ് ആണ് ഏതിൽ വരുന്നത്, A ക്രോസ് B യൂണിയൻ സി. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് കൂടുതൽ, അതായത് യൂണിയനോ ഇൻ്റർസെക്ഷനോ വെച്ചിട്ടൊക്കെ നമുക്ക് ഒരു സെറ്റാണ് തന്നതെങ്കിൽ നമ്മൾ ആദ്യം അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതണം. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ഈ വാല്യൂയിലേക്ക് എത്തിച്ചേരേണ്ടത്. അപ്പോൾ A ക്രോസ് B യൂണിയൻ സി കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് എന്താണ്, A ക്രോസ് B കണ്ടുപിടിക്കണം, A ക്രോസ് സി കണ്ടുപിടിക്കണം, അതിൻ്റെ ഇൻ്റർസെക്ഷൻ. അപ്പോൾ A ക്രോസ് B എന്താണ് വരിക, A ക്രോസ് B. A ക്രോസ് B എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എലമെന്റ് എയിലാണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് എലമെന്റ് എയിൽ, സെക്കൻഡ് എലമെന്റ് ബിയിലാണ്. അപ്പോൾ A2 A3 B2 B3 വരും. ഓർഡേർഡ് പെയർ A2 A3, പിന്നെന്ത് വരും, B2 ഓർഡേർഡ് പെയർ B2 B3. ഇതാണ് A ക്രോസ് B വരുന്നത്. ഇനി A ക്രോസ് B ഇൻ്റർസെക്ഷൻ A ക്രോസ് C ആണ് വരുന്നത്. നെക്സ്റ്റ് അപ്പം A ക്രോസ് C. A ക്രോസ് സിയിൽ ഓർഡേർഡ് പെയർസ് തന്നെയാണ് വരിക. ഫസ്റ്റ് എലമെന്റ് എയിലും സെക്കൻഡ് എലമെന്റ് സിയിലാണ് വരിക. അപ്പോൾ ഫസ്റ്റ് എയിലുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, AB ആണ്, C 3 5. ഓക്കെ, അപ്പോൾ A3 A5 വരും. അതേപോലെ തന്നെ B3 B5. ഇതാണ് A ക്രോസ് സിയിൽ വരിക. ഓക്കെ, നമുക്ക് A ക്രോസ് B ഇൻ്റർസെക്ഷൻ A ക്രോസ് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. A ക്രോസ് B ഇൻ്റർസെക്ഷൻ A ക്രോസ് സി എന്ന് പറയുമ്പോൾ എന്താ വരിക, രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത്. ഏത് രണ്ടിലും, A ക്രോസ് ബിയിലും A ക്രോസ് സിയിലും കോമൺ ആയിട്ട് വരുന്ന ടേംസ് ആണ് ഇൻ്റർസെക്ഷനിൽ വരിക. വിച്ച് ഈക്വൽ ടു, ഇങ്ങനെ ഏതെങ്കിലും എലമെന്റ്സ് ഉണ്ടോ, A2 ഇതിലില്ല, A3 B2 B3 ഇതിൽ രണ്ടെണ്ണത്തിലുണ്ട്. അപ്പോൾ ഇൻ്റർസെക്ഷൻ എന്താ വരിക, ഒരു സിംഗിൾട്ടൺ സെറ്റാണ് വരുന്നത്. A ക്രോസ് B ഇൻ്റർസെക്ഷൻ A ക്രോസ് സി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ വാല്യൂ എന്താണ്, B3 ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് let A is equal to 6 7, B 5 2, C equal to 1 E. Find A cross B union B cross C, B cross B, B cross C union A. അല്ല, നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം, അതായത് ഈ ഒരു സെക്ഷൻ കൂടി ഉണ്ടായിരുന്നു. അതായത് തേർഡ് പാർട്ട് A ക്രോസ് A കണ്ടുപിടിക്കണമായിരുന്നു. അപ്പോൾ A ക്രോസ് A എങ്ങനെയായിരുന്നു, A ക്രോസ് A കണ്ടുപിടിക്കണം. A ക്രോസ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും ഏതിൽ നിന്ന് തന്നെ എടുക്കണം, A എന്ന് തന്നെ എടുക്കണം. അപ്പോൾ A എന്ന് പറയുന്നത് AB ആണ്. അപ്പോൾ എന്ത് വരും, AA AB.
അതേപോലെ തന്നെ നെക്സ്റ്റ് എന്ത് വരും? ബി എ ബി ബി. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ഇവിടെ എ ഈക്വൽ ടു എന്താണ്? എ ബി കൊടുക്കുക. അതേപോലെ തന്നെ വീണ്ടും എ ആണ്. അപ്പോൾ എ എ എ ബി ബി എ ബി ബി, ഇത്രയാണ് ഇതിൽ എ ക്രോസ് എയിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലത്തിൽ നമുക്ക് എയും ബിയും സിയും തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എ ക്രോസ് ബി യൂണിയൻ ബി ക്രോസ് സി, ബി ക്രോസ് ബി, ബി ക്രോസ് സി യൂണിയൻ എ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഫസ്റ്റ് പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ ആദ്യം എന്താണ്? എ ക്രോസ് ബി, എ ക്രോസ് ബി. എ ക്രോസ് ബി എന്താ വരിക? എയും ബിയും ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തേത് 6 5 6 2, അതേപോലെ തന്നെ 7 5 7 2. ഇതിലാണ് ഏതിൽ വരിക? എ ക്രോസ് ബിയിൽ വരിക. അതേപോലെ തന്നെ ഏത് കണ്ടുപിടിക്കണം? ബി ക്രോസ് സി. ബി ക്രോസ് സി എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് എലമെന്റ് ബി, സെക്കൻഡ് എലമെന്റ് സിയിലുള്ളത്. ഫസ്റ്റ് എലമെന്റ് 5 1 5 ഇ 2 1 2 ഇ. ഇതാണ് ഏത് വരിക? ബി ക്രോസ് സി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? എ ക്രോസ് ബി യൂണിയൻ ബി ക്രോസ് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ ക്രോസ് ബി യൂണിയൻ ബി ക്രോസ് സി. യൂണിയൻ എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാം കൂടി ഒരുമിച്ച് എടുത്തെഴുതുക. അപ്പോൾ 6 5 6 2 7 5 7 2. ഈ ബിയിലുള്ള ബി ക്രോസ് സിയിലുള്ള എല്ലാ എലമെന്റ്സും. ബി ക്രോസ് സിയിൽ ഏതൊക്കെയാണ്? 5 1 5 2, പിന്നെ വരുന്നത് ഏതാണ്? 5 1 5 2 2 1 2 1. ബി ക്രോസ് സിയിലുള്ളതായിരുന്നു ബി ക്രോസ് സി. ടു ഇ. അപ്പോൾ എ ക്രോസ് ബിയും കിട്ടി, ബി ക്രോസ് സിയും കിട്ടി, അതിൻ്റെ യൂണിയനും നമ്മൾ എഴുതി. നെക്സ്റ്റ് ഏതായിരുന്നു എഴുതേണ്ടത്? ബി ക്രോസ് ബി എന്താണെന്നുള്ളത് എഴുതണം. ബി 5 2 ആണ്. അപ്പോൾ എന്താ സംഭവിക്കാം? ഇപ്പോൾ ബി 5 2 ആണ്. ബി എന്ന് പറയുന്നത് 5 2 ആണ് നമുക്കുള്ളത്. അപ്പോൾ ബി ക്രോസ് ബി, ബി ക്രോസ് ബി ഈക്വൽ ടു, അപ്പോൾ 5 2 അല്ലേ? അപ്പോൾ 5 5 ഉള്ളവർ കംപ്ലീറ്റ് ആക്കാനായിരിക്കും. 5 5 5 2 2 2 2 5. ഇതാണ് നമ്മൾ ഏത് വരിക? ബി ക്രോസ് ബി വരിക. അപ്പോൾ ബി ക്രോസ് ബി ആയി. എ ക്രോസ് ബി യൂണിയൻ ബി ക്രോസ് സി ആയി. ഇനി നമുക്ക് എന്ത് കിട്ടണം? ബി ക്രോസ് സി യൂണിയൻ എ കിട്ടണം. അപ്പോൾ ബി ക്രോസ് സി യൂണിയൻ എ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളാദ്യം ബ്രാക്കറ്റാണ് ചെയ്യേണ്ടത്. ബ്രാക്കറ്റിൽ എന്താണ്? സി യൂണിയൻ എ ആണ് നമുക്ക് ചെയ്യാനുള്ളത് അല്ലേ? സി യൂണിയൻ എ. അപ്പോൾ സിയും എയും കമ്പൈൻ ചെയ്ത് ഇത് സി 1 ഇ ആണ്. 1 ഇ 6 7. ഇതാണ് ഏത് വരിക? സി യൂണിയൻ എ വരിക. സി യൂണിയൻ എ മതിയോ? പോരാ, നമുക്ക് ഏത് കൂടി കണ്ടുപിടിക്കണം? ബി ക്രോസ് സി യൂണിയൻ എ. ബിയിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ് വരുന്നത്? ബിയിലുള്ളത് 5 2 ആണ്. സി 1 ഇ. ഇപ്പോൾ ബി ക്രോസ് സി യൂണിയൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് ഏതിലായിരിക്കണം? ബിയിലായിരിക്കണം. സെക്കൻഡ് എലമെന്റ് ഏതിലായിരിക്കണം? സി യൂണിയൻ എയിലുള്ള എലമെന്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 5 1 ഏതൊക്കെയാണ് വരിക? 5 1 5 ഇ 5 6 5 7. ഓക്കെ, ഇത് പെട്ടെന്ന്. ഇപ്പോൾ 5 1 5 ഇ 5 1 5 ഇ 5 6 5 7. പിന്നെ അതുകൂടാണ്ട് ഏതും കൂടി വരും? 2ൻ്റെ നമ്മൾ എഴുതിയിട്ടില്ലല്ലോ. അതേപോലെ തന്നെ ഏത് വരും? 2 1
2E 2 6 2 7. അപ്പോൾ ബി ക്രോസ് സി യൂണിയൻ എ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെക്ഷനിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റും അതിൻ്റെ കുറച്ച് ഇവിടെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഈക്വൽ അല്ലാത്ത കേസിൽ, അതായത് എന്താണ് ഇത് കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എടുക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻ എന്നുള്ള പുതിയ ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള നോട്ട്സൊക്കെ കംപ്ലീറ്റ് ആക്കുക. ഇനിയിപ്പോൾ ഏകദേശം ഒരു 2 വീഡിയോ ഒക്കെ ആണെങ്കിൽ ഈ നമ്മൾ മൊഡ്യൂൾ കഴിയും. ഓക്കെ, താങ്ക് യു.